മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റിലും നോക്കുന്ന സമയത്ത് തിരിച്ചറിവില്ലാതെ പോകുന്ന മനുഷ്യരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഒരു ദിവസം നമ്മൾ വാർത്തകളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ മരണത്തിന്റെ നിരക്ക് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾ, അപകട മരണങ്ങൾ, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന മാതാപിതാക്കൾ ഉൾപ്പെടെ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളല്ലേ. നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞ ചില വാർത്തകളുണ്ട്. ഒരു വീട്ടിലെ രണ്ട് പെൺമക്കളുടെ അപ്പൻ, അവരുടെ അമ്മൂമ്മ ഒരു മനുഷ്യൻ വന്ന് വെട്ടിക്കൊല്ലുകയാണ്. അപ്പം അതിന് വർഷങ്ങൾക്ക് മുമ്പായി ആ കുഞ്ഞുങ്ങളുടെ മാതാവിന് 2019 ആ കുഞ്ഞുങ്ങളുടെ മാതാവിന് കൊലപ്പെടുത്തുകയില്ല. അതേ പ്രതിയാണ് ഇപ്പോഴും വന്ന് ഈ കുഞ്ഞുങ്ങളുടെ അപ്പനെയും അമ്മൂമ്മയും കൊന്നുകളയുന്നത്. രണ്ട് പെൺകുട്ടികൾ അനാഥത്വത്തിലേക്ക് വഴിമാറുന്ന തരത്തിലുള്ള ക്രൂരത മനുഷ്യന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ ന്യൂസ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. ബാലരാമപുരത്തിനടുത്തൊരു കുഞ്ഞ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അതിൻ്റെ പൂർണ്ണമായ രൂപം പുറത്തു വന്നിട്ടില്ലെങ്കിലും കൊലപാതകമാണെന്ന് സംശയിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് കിണറ്റിൽ വീണ് മരിക്കുക, 2 വയസ്സുള്ള കുഞ്ഞ്, അതായത് താനെ കിണറ്റിൽ വീണ് മരിക്കാൻ സാധ്യത കുറവാണ്. നമുക്കതിൻ്റെ ആഴം അറിയത്തില്ല. അതിൻ്റെ ഇപ്പോൾ അന്വേഷണത്തിൽ അതിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉടനെ നമുക്ക് അറിയാനും തക്കവണ്ണം കഴിയും. അപ്പോൾ തന്നെ ഇന്നത്തെ ഒരു ന്യൂസ് നമുക്കിങ്ങനെ ഒരു കുഞ്ഞിനെ ബക്കറ്റിൽ വെള്ളത്തിലിട്ട് മുക്കി കൊന്നതിന് ശേഷം അമ്മ ആത്മഹത്യ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ, ക്രൂരമായ മാനുഷിക നടപടികൾ നടക്കുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ചോറ്റാനിക്കരയിലുള്ള ഒരു യൗവനക്കാരി, ഒരു പെൺകുട്ടി, 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത് ആ പെൺകുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടെ ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിറകിൽ എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ ആ പ്രതി പറയുകയാണ്, ആ പെൺകുട്ടിക്ക് വേറൊരു സൗഹൃദം ഉണ്ടെന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള ക്രൂരമായ യൗവനക്കാരന്മാർ പോലും, അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഇന്ന് ചിന്തിക്കും യൗവനക്കാരായിരിക്കുന്നവർക്ക് കുറച്ച് ബോധമുണ്ട്, വിദ്യാഭ്യാസമുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നതാണെങ്കിൽ പോലും ക്രൂരതയുള്ള മനസാക്ഷിയായിട്ട് അല്ലെങ്കിൽ മനസ്സായിട്ട് മാറുന്ന ഒരു തലമുറ ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുകയല്ലേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സ്കൂളിൽ നിന്ന് വന്നിരുന്ന സ്കൂൾ ബസ്സിൽ വെച്ച് ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ, പ്ലസ് 1-ൽപ്പെട്ട ഒരു വിദ്യാർത്ഥി ബയോളജി ലാബിൽ ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് കുത്തുകയാണ്. അപ്പോൾ അത് ദോഷത്തിലേക്ക് വന്നില്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പം വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കുക, മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന തരത്തിലാണ് ഇന്നത്തെ ക്രൂരമായ നടപടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എന്താണ് ഈ ചെയ്യുന്നത്? ദൈവഭയം നഷ്ടപ്പെടുകയാണ് അല്ലേ. ഞാനിത് ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് ഓടി വന്നൊരു വാക്യമാണ് 49ാം സങ്കീർത്തനത്തിൻ്റെ 20ാമത് വാക്യം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യം. അപ്പം മാനത്തോടിരിക്കുന്ന എന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പോംപ് എന്നാണ്, POMP. അതിൻ്റെ അർത്ഥം ആഡംബര ജീവിതം നയിക്കുന്ന മനുഷ്യൻ്റെ വിവേകം നഷ്ടപ്പെടുകയാണ്, മൃഗത്തിന് തുല്യമായിട്ട് മാറുകയാണ്. ഇന്ന് മനുഷ്യന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. സഞ്ചരിപ്പാൻ വാഹനം, പാർക്കുവാൻ വീട്, ജോലി, നല്ല കുടുംബം, നല്ല മക്കൾ, സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ വിവേകം നഷ്ടപ്പെടുകയല്ലേ. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, കുഞ്ഞുങ്ങളിൽ നിന്ന് പോലും പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളിൽ നിന്ന് പോലും ആ ക്രൂര പ്രവൃത്തികൾ നടക്കുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്കിതിനകത്ത് നിന്ന് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ദൈവഭയം മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്, മൂഢനായി മാറുന്ന ഒരു മേഖലയിലേക്ക് വരപ്പെടുന്നു എന്നുള്ളത് സത്യമല്ലേ. ഈ 92ാം സങ്കീർത്തനം കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. 6ാം വാക്യം, 92ാം സങ്കീർത്തനത്തിൻ്റെ 6ാം വാക്യം, മൃഗപ്രായനായ മനുഷ്യൻ ഇത് അറിയുന്നില്ല, മൂഢനത് ഗ്രഹിക്കുന്നില്ല. എന്താ 5ാം വാക്യം പറയുന്ന വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, എന്നിൻ്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. മൃഗപ്രായനായ മനുഷ്യൻ ഇത് അറിയും. അപ്പം ദൈവപ്രവൃത്തി അറിയാൻ കഴിയാത്തൊരു മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ അത് മൃഗപ്രായനായ
മനുഷ്യൻ. സ്തോത്രം. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവത്തിങ്കിലേക്ക് നമ്മുടെ തലമുറകൾ അടുക്കുവാൻ, ദൈവവചനത്തിലേക്ക് നമ്മുടെ തലമുറകൾ അടുക്കുവാൻ തക്കവണ്ണം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മാത്രമല്ല, ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ ആഹ്വാനം ചെയ്യുകയില്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്, നമ്മൾ പാർക്കുന്ന ദേശം, നമ്മൾ പാർക്കുന്ന ഈ സംസ്ഥാനം, നമ്മൾ പാർക്കുന്ന ഇന്ത്യ, സ്തോത്രം, സമാധാനത്തിലേക്ക് വരുവാൻ, നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹീതരായിട്ട് വളർന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാകുമെന്ന് ചിന്തിക്കുന്നു. നമ്മുടെ ചുറ്റിലും ആ ഒരു ദൈവിക സമാധാനം വെളിപ്പെടേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കാം.